Hi friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ NS200 മോഡൽ വണ്ടിയാണിത്. ഈ വണ്ടിയിൽ നമ്മൾ റേഡിയേറ്ററിന്റെ കൂളന്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പുതിയ കൂളന്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 15000 കിലോമീറ്ററിനുള്ളിൽ വെച്ച് തന്നെ നമുക്കിത് ചെയ്താൽ മതി. പക്ഷേ ഈ വണ്ടിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് കൂളന്റ് മാറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു 15 ആയിട്ടില്ല. അതിന് മുന്നേ നമ്മൾ എന്തായാലും കൂളന്റ് മാറ്റുകയാണ്. അത് പുതിയൊരു സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സർവീസിൽ ഈ ഒരു കൂളന്റ് മാറ്റുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും റേഡിയേറ്റർ ഇളക്കി അത് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി നമ്മളിത് ചെയ്യുന്നില്ല. ഫസ്റ്റ് സർവീസിൽ നമുക്ക് 2-3 കൂളന്റ് മാറിയതിനു ശേഷം മാത്രം അത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 10000 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുള്ളൂ. 700 സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ. നമുക്ക് ഒരു 15000 കിലോമീറ്ററിൽ മാത്രം നമുക്ക് കൂളന്റ് ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്യുന്നൊരു ഫസ്റ്റ് ഉള്ള കൂളന്റ് റീപ്ലേസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്യണത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൂളന്റ് ഊട്ടണത്, എങ്ങനെയാണ് നമുക്ക് പുതിയ ഫില്ല് ചെയ്യണം നോക്കാം. നമ്മൾ കൂളന്റ് ഊറ്റാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു 8ന്റെ ബോൾട്ട് വരുന്നുണ്ട്. ഈ ഒരു 8ന്റെ ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ ഒരു 8ന്റെ ബോൾട്ട് അഴിച്ചാണ് ഇവിടെ കൂളന്റ് മാറ്റണം. അപ്പോൾ നമുക്ക് അഴിച്ചെടുക്കാം. നമുക്ക് ഇവിടെ കൂളന്റ് ഈ ഒരു അളവ് ഇവിടെ കുറയുന്ന കാണാൻ പറ്റും. ഈ ഒരു രീതിക്ക് നമ്മുടെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കൂളന്റ് ഫുള്ളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ റേഡിയേറ്ററിന്റെ ക്യാപ്പ് ഊരാം. ഇനി നമുക്ക് ഇതിന്റെ ഇതാണ് ക്യാപ്പ്. ഈ ക്യാപ്പ് ഒന്ന് അഴിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട ഈ സൈഡിലത്തെ ഈ ഒരു റിസർവ് ടാങ്ക് വരുന്നുണ്ട്. റിസർവ് ടാങ്കിന്റെ ഈ ഒരു ക്യാപ്പും കൂടി ഊരിയെടുക്കാം. ഇപ്പൊ നമ്മൾ കൂളന്റ് ഫുള്ള് നമ്മൾ ഊറ്റിയിട്ടിട്ടുണ്ട്. ഊറ്റിയിട്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പൊ നമ്മള് പാത്രത്തിൽ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നമ്മൾ ഊറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം എന്ന് പറയുമ്പോൾ ബോൾട്ട് അടച്ചെടുക്കാം. 8ന്റെ ബോൾട്ട് നമ്മൾ മോട്ടോറിന്റെ കൂളനാണ് എടുത്തേക്കണം. ഈ മോട്ടോറിന്റെ കൂളൻ നമ്മൾ 1/2 ലിറ്റർ കൂളനാണ് നമ്മൾ ഈ ഓൺസ് ക്ലാസ്സിലേക്ക് അളന്ന് ഒഴിച്ചിട്ട് 1/2 ലിറ്റർ പച്ചവെള്ളം, ആ പച്ചവെള്ളം കൂടെ ഒഴിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോണം. 1/2 ലിറ്റർ കൂളൻ നമുക്ക് ഇതിലേക്ക് മാറ്റാം. നമ്മൾ 1/2 ലിറ്റർ കൂളന്റ് കറക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ 1/2 ലിറ്റർ പച്ചവെള്ളം എടുത്തേക്കണം. അപ്പോൾ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കുപ്പിയിലേക്ക് മാറ്റാം. നമുക്ക് വണ്ടിയിലേക്ക് വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ ഇത് ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇനി റിസർവ് ടാങ്കിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂളന്റ് എല്ലാം ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കൂളന്റ് മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പടച്ചു കൊടുക്കാം. NSന്റെ റേഡിയേറ്റർ കൂളന്റ് മാറുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക.